This movie platform is a whole new experience for me. Me and Unni had a lot of fun while shooting. We made many memories, like Unni said that we should always eat healthy, and then he invited me to his caravan and he was eating chocolate. I also gave him a Batman collectible as a gift. Also, like, then best wishes to the movie. Hope you all watch the movie. Tell them who's the naughtiest of us. I mean, who's more naughtier than? Ryan പറയുന്ന ഉണ്ണി യു ആർ വെരി നോട്ടി. അതായത് ഒരു 10 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഭയങ്കര സീരിയസ് ആയിട്ട് എൻ്റെ അടുത്ത് ഐ വോണ്ട് ടു ടെൽ യു സംതിങ്. അപ്പോൾ ഞാൻ റയാൻ പ്ലീസ് ഇറ്റ്സ് വെരി സ്മാർട്ട്. ഭയങ്കര നിങ്ങൾക്ക് ഇവൻ ഇൻവോൾവ് ആയിട്ട് അവസാനം പറഞ്ഞു വൈ യു ടേക്കിംഗ് ലൈക്ക് ദിസ്. ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്തിട്ട് മറ്റേ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ഗീവ് ദാറ്റ് റിയാക്ഷൻ. ആഫ്റ്റർ ദാറ്റ് റിയാക്ഷൻ യു ഫിനിഷ് ദ സീൻ. അപ്പോൾ ഞാൻ ചെയ്തു യെസ് ഈസ് ദാറ്റ് ക്വിക്ക് എന്ന് വെച്ചാൽ 10 ദിവസം ഇത് കണ്ടിട്ട് അപ്പോൾ എന്നോട് പറയാ ഐ വോണ്ട് ടു സീരിയസ്ലി സംതിങ്. ഞാൻ യെസ് ഞാൻ പറയൂ യു ആർ ബേസിക്കലി എ വെരി നോട്ടി ഗൈ. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ്. സോ ബട്ട് ഇറ്റ് വാസ് വെരി ഫൺ വർക്കിംഗ്. ഞാൻ റയാൻ്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ ഐ മിസ്ഡ് ദേവനന്ദ ആൻഡ് ശ്രീപദ്. അപ്പോൾ അഗെയിൻ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് മിടുക്കനായ മോനാണ്. നിങ്ങൾക്ക് കുറച്ച് ഇത്ര ഇൻട്രാക്ഷൻ മനസ്സിലായി കാണും. സോ ഇവൻ്റെ നല്ലൊരു പെർഫോമൻസ് ഉണ്ട് മൂവിയിൽ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ടേഴ്സ് ആണ്. So wish you all the very best, Ryan, and thank you for coming down, flying all the way from Bangalore. Also, the food was very nice in the hotel. Which hotel or the other one? The one that we were staying while shooting. Nice. ഉണ്ണി ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള കക്ഷിയാണ്. ഉണ്ണിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കാര്യം പുള്ളി ആദ്യത്തെ സിനിമ അഭിനയിച്ചു മല്ലു സിംഗ്. മല്ലു സിംഗ് അഭിനയിച്ച് അത് സൂപ്പർ ഹിറ്റ് ആയതിനു ശേഷം അഭിനയം നിർത്തി ഗുജറാത്തിൽ പോയ ആളാണ് ഉണ്ണി. ഗുജറാത്തിൽ പോയി പിന്നെ അവൻ തിരിച്ചു വന്നുകൊണ്ട് കോളേജിൽ ജോയിൻ ചെയ്തു പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വിളിച്ചു അവർ വളരെ വിളിച്ചു അതിലൊരു സ്റ്റുഡൻസാണ്, നിങ്ങൾ ക്ലാസ്മേറ്റ്സാണ്. അപ്പോൾ അതായത് എനിക്ക് പുള്ളിയുടെ ഒരു ഗുജറാത്തിലൊക്കെ വളർന്നതിൻ്റെ കൾച്ചർ കൊണ്ടായിരിക്കും എനിക്ക് ഇവിടെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിൽ ഒരു നായകൻ ഇവിടുത്തെ ഒരു കോളേജിൽ പഠിക്കാൻ കേരളത്തിൽ പഠിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം ഞങ്ങൾ കുറേ ചർച്ചകൾ അതിനുവേണ്ടി നടത്തിയിട്ടുണ്ട്. അങ്ങനെ പല പല രീതിയിൽ ഭയങ്കര രസമുള്ളൊരു മനുഷ്യനാണ് ഉണ്ണി. പുള്ളി ഒരു വേറൊരു ചെറിയൊരു സ്പിരിച്വൽ തൊലവൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി ഇപ്പം ഈ ഗാർഹസ്ഥ്യത്തിലേക്കൊന്നും പോവാതെ നേരെ അതെ ഇതിലോട്ട് ബ്രഹ്മചര്യത്തിലോട്ട് തോന്നിയൊരു സംശയമുണ്ട്. ഇപ്പോൾ വലിയത് പറയാൻ മല്ലു സിംഗ് ഹിറ്റായപ്പോൾ ഞാൻ ഇനി മതി, സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സിനിമയിൽ നായകനാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, രണ്ടും സാധിച്ചു. ആ പടം കയറി ഹിറ്റും അടിച്ചു. ഇനിയിപ്പോൾ എന്താ കഴിഞ്ഞു, ഇനി തിരിച്ചു. അപ്പോൾ ഞാൻ 9 മാസം ഗുജറാത്തിലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ആഫ്റ്റർ എ സൂപ്പർ ഹിറ്റ് ഫിലിം എനിക്ക് എൻ്റെ കരിയർ ഐ ഹാഡ് ടു സ്റ്റാർട്ട് ഫ്രം ദി സ്ക്രാച്ച്. ഒരു 5 സിനിമകൾക്ക് ശേഷം ഞാൻ പിന്നെ ഒരു ന്യൂ കമ്മറായിട്ടാണ് തുടങ്ങിയത്. ഞാൻ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു ഡിഗ്രി എടുത്തേക്കാം. അപ്പോൾ ഞാൻ പഠിക്കാൻ പോയി. അവിടെ നിൽക്കുന്നുണ്ട് എൻ്റെ ക്ലാസ്മേറ്റ്. ബിക്കോസ് ഇനി ചിലപ്പോൾ ഒരു നടൻ 2 തവണ കരിയർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് എനിക്കൊരു ഐ വാസ് 25-26 ആയിരുന്നു. ഞാൻ ഡിഗ്രി ഉണ്ടെങ്കിൽ വേറെ ജോലിക്ക് പോകാമല്ലോ. പക്ഷേ ബൈ ദ ടൈം ഞാൻ വിക്രമാദിത്യം കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി നോ, ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് സിനിമ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഞാൻ പഠിത്തം പിന്നെ നിർത്തി. സോ എൻ്റെ കുറച്ച് എന്താ പറയുക വൈൽഡായ ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ബട്ട് അഗൈൻ ഇറ്റ് വാസ് ദാറ്റ്സ് ഹൗ ഐ ആം. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് സിനിമയ്ക്ക് വേണ്ടി മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ആഗ്രഹം.